ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അതിശക്തമായ പ്രതിരോധങ്ങളെ നിഷ്ക്രിയമാക്കി യമനിലെ ഹൂത്തികളുടെ അതിശക്തമായ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട നഖബിലുള്ള റാമോൺ എയർപോർട്ടിന്റെ പാസഞ്ചർ ടെർമിനലിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രണ്ടാളുകൾക്ക് അതിഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ ഈ ഡ്രോൺ നിരീക്ഷിക്കാൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നുകൂടെ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ലോകത്തെ ദരിദ്ര അറബ് രാഷ്ട്രം എന്നറിയപ്പെടുന്ന യമൻ, ഈ രാഷ്ട്രത്തിന്റെ സംവിധാനങ്ങൾ ഡ്രോണുകളെ കാണാൻ, അതിനെ കണ്ടെത്താൻ ലോകത്തെ സമ്പന്നരായ എല്ലാ സംവിധാനങ്ങളുമുള്ള യുദ്ധത്തിന്റെ രാജാക്കന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന എത്രത്തോളം ഇപ്പോൾ അമേരിക്കയിലെ വിസാറത്തു ദിഫ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രി എന്നത് മാറ്റി ഇപ്പോൾ വാർ മിനിസ്ട്രി എന്നാക്കിയിരിക്കുന്ന ട്രംപ്. കാരണം യുദ്ധത്തിന്റെ ആളുകളല്ലേ, അതുകൊണ്ട് പ്രതിരോധം എന്നത് മാറ്റി യുദ്ധം വാർ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അമേരിക്കക്ക് ഈ പാവപ്പെട്ട യമനികളുടെ സമ്മാദ് 4 എന്നറിയപ്പെടുന്ന ഡ്രോണിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് വിചിത്രമായ കാര്യമാണ്. യമനിൽ നിന്ന് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ സമയമെടുക്കും ഒരു ഡ്രോൺ ഇസ്രയേലിലേക്ക് എത്താൻ. പക്ഷെ ആ സമയം കൊണ്ട് നിരീക്ഷിക്കാൻ സാധിച്ചില്ല. നഖബിലും അതുപോലെ തന്നെ ജബൽ ഷെയ്ഖിലും വളരെ ശക്തമായ നിരീക്ഷണ സംവിധാനം ഇസ്രയേലിനുണ്ട്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് വളരെ ദൂരെ നിന്ന് നിരീക്ഷിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ഒരുക്കിയ സംവിധാനമാണിത്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് യമനിലെ ഹൂത്തികളുടെ ഡ്രോണുകൾ എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റിൽ എയർപോർട്ടിന്റെ പാസഞ്ചർ ടെർമിനലിൽ എത്തിയത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെയാണ് ഇസ്രയേലിന്റെ അയൺ ഡോം പൊട്ടിത്തരിപ്പണമാകുന്നത്, അമേരിക്കയുടെ സംവിധാനങ്ങൾ ഒന്നുമല്ലാതാകുന്നത്, ഇസ്രയേലിന്റെ ദാവൂദ് സ്ലിംഗും അതുപോലെ ഹെച്ചും അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നിഷ്ക്രിയമാകുന്നത്. എന്നാൽ യമനികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ടെസ്റ്റ് മാത്രമാണ്, ഇസ്രയേലിന് അതിമാരകമായ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ്. 2 ദിവസം മുമ്പ് ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിന്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇനി ഇസ്രായേലികൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുകയില്ല, നിരന്തരമായ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരും, പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇസ്രയേലിനെ സുരക്ഷിതമായി നിർത്താൻ കഴിയില്ല എന്നുകൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിനോ അമേരിക്കക്കോ ഈ ഹൂത്തികളുടെ ഏതെങ്കിലും വ്യക്തികളെ ചാരപ്പണിയെടുത്ത് കൊലപ്പെടുത്താം എന്നതല്ലാതെ അവരുടെ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ആയുധ കേന്ദ്രങ്ങളെയോ തകർക്കാൻ ഇസ്രയേലിന് കഴിയില്ല, അമേരിക്കക്ക് കഴിയില്ല. അതിന് എല്ലാ ശ്രമവും നടത്തി പരാജയപ്പെട്ടതാണ്. ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിച്ച് തിരിച്ചു പോരുകയാണ് അവരുടെ പതിവ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ചാരന്മാരിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അവ ആക്രമിക്കും. ഇതല്ലാതെ അവരെ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നത് ഇസ്രായേലിന് സാധിക്കുന്നില്ല. എന്തിനധികം പറയണം, ഈ ലോകത്തെ ഏറ്റവും വലിയ ആയുധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന അമേരിക്കയും ഇസ്രായേലും ഗസയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ യുദ്ധം നിർത്താം, പക്ഷേ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആയുധം ഇല്ലാതാക്കാനോ ഹമാസിനെ പരാജയപ്പെടുത്താനോ ഞങ്ങളുടെ ഒരു സംവിധാനം കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലും, അതല്ല എങ്കിൽ ഹമാസ് കീഴടങ്ങണമെന്നാണ്. അതായത് ആധുനിക സംവിധാനങ്ങളും ആധുനിക ആയുധങ്ങളും എല്ലാം ദൂരെ എറിഞ്ഞ് പ്രാകൃത മൃഗീയമായ ആയുധം എടുക്കാനാണ് ഇസ്രായേലും അമേരിക്കയും തീരുമാനിച്ചത്. വളഞ്ഞിട്ട് അവരുടെ ഭക്ഷണവും വെള്ളവും എല്ലാം തടയുക, ഗത്യന്തമില്ലാതെ വരുമ്പോൾ ആയുധം വെക്കാൻ അവർ നിർബന്ധിതരാകുമെന്നാണ്. പക്ഷേ അങ്ങനെ ആയുധം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫലസ്തീൻ ഉണ്ടാവുകയില്ല എന്ന് ഹമാസിനറിയാം, ഹമാസിന്റെ പോരാളികളും ഉണ്ടാവുകയില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അവർ നേരിടുമ്പോഴും അതിന് അടിയറവ് വെക്കാൻ അവർ സന്നദ്ധരാകാത്തത്. കാരണം പിന്നീട് ഫലസ്തീൻ എന്നൊരു സംവിധാനമേ നോക്കേണ്ടതില്ല. മാത്രമല്ല നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, 2 വർഷം കഴിയുമ്പോഴും ഈ ഹമാസിന്റെ പോരാളികൾക്ക് ആയുധം ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോഴും 2ഓ 3ഓ സൈനികർ ഓരോ ദിവസവും ഇസ്രയേലിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടാങ്കുകൾ ഓരോ ദിവസവും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ മാത്രം ആയുധങ്ങൾ ഈ ബങ്കറുകൾ, ഈ ടണലുകൾക്കുള്ളിൽ എങ്ങനെ അവർക്ക് സൂക്ഷിക്കാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 2 വർഷത്തേക്കുള്ള ഈ 30,000 40,000 വരുന്ന ഹമാസ് പോരാളികൾക്ക് ഭക്ഷണം ശേഖരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ വലിയ ചോദ്യമാണ്. ഇവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും പരാജയപ്പെടുന്നത്. ഇത് നീണ്ടുപോയാൽ അവരുടെ ഭക്ഷണവും ആയുധങ്ങളും തീർന്നുപോകും എന്ന് ചിന്തിക്കുന്നത് പോലും അർത്ഥമില്ലാത്ത കാര്യമാണ് എന്ന് ഇപ്പോൾ ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞു. വർഷങ്ങൾ നീണ്ടാലും ഈ പ്രതിരോധം, ഈ സംവിധാനങ്ങൾ ഇപ്പോഴും ഗസയിൽ നിലനിൽക്കും എന്നവർക്കറിയാം. എന്നാൽ ഇതിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് യമനിലുള്ള ഹൂത്തികളുടെയും കാര്യം. അവരെ ഒന്നും സൈനികമായി പരാജയപ്പെടുത്താൻ ലോകത്തെ വമ്പന്മാർക്ക് കഴിയില്ല എന്ന കാര്യം ഇപ്പോൾ ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്.